ഈ ഫെർട്ടിലിറ്റി മദർഹുഡ് ഇതിൻ്റെയൊക്കെ പോസ്റ്റേഴ്സിൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഡെയ്സി പൂവിൻ്റെ പ്രസൻസ്. പലപ്പോഴും മിക്കപ്പോഴും അത് അമ്മമാരുടെ ചെവിയുടെ മുകളിൽ മുടിയിലായിട്ടായിരിക്കും. എന്തുകൊണ്ടാണ് ഡെയ്സി എടുത്തിട്ടിരിക്കുക എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. വെറുതെ എല്ലാ കാര്യമുണ്ട്. അതായത് ഈ നോർസ് മിത്തോളജി പ്രകാരം ഫെർട്ടിലിറ്റി, സൗന്ദര്യം, സ്നേഹം ഇതിനെയൊക്കെയാണ് ഡെയ്സി കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ന്യൂ മദർഹുഡിനെ, ന്യൂ ബിഗിനിങ്സിനെയൊക്കെ അവർ വെൽക്കം ചെയ്യുന്നത് ഡെയ്സി വെച്ചിട്ടാണ്. അതേപോലെ തന്നെ സെൽറ്റിക് മിത്തോളജിയിൽ സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലേക്ക് എത്തിക്കുന്നത് ഡെയ്സിയിലൂടെയാണ് എന്നുള്ള വിശ്വാസം. അതുകൊണ്ട് തന്നെ പ്രോസ്പെരിറ്റിയും സമാധാനവും ഗുഡ് ലക്കൊക്കെ കൊണ്ടുവരുന്നത് ഡെയ്സിയാണെന്ന് വിശ്വസിക്കുന്നത്. ഇനി ഇതൊന്നും മാത്രമല്ല, പ്യൂരിറ്റി, ഇൻറ്റൻസിറ്റി, റൊമാൻസ്, ട്രൂ ലവ്, ഹിഡൻ ലവ്, സീക്രട്ട് ലവ് ഇതിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡെയ്സി യൂസ് ചെയ്തിട്ടാണ്. എന്തായാലേ നമ്മൾ ചുറ്റിനും കാണുന്ന ഈ കുഞ്ഞു കുഞ്ഞു പൂക്കളുടെയൊക്കെ പേരിൽ ഇത്രയേറെ അർത്ഥങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പറയാതെ പോയ പ്രണയങ്ങൾ പറയാനായിട്ട് ഇനി റോസ് മാറ്റിപ്പിടിച്ചിട്ട് ഡെയ്സി ആക്കണം എന്നാണ് എൻ്റെയും ഗൂഗിളിൻ്റെയും പൊതുവായിട്ടുള്ള അഭിപ്രായം. എന്തായാലും ഈ ഒരു ക്യൂരിയോസിറ്റിയിൽ ഈ ഐഡിയാസിൽ ഒരു ഐഡിയ എടുത്തിട്ടാണ് ഞാൻ ഈ ആഴ്ചത്തെ ഇൻടർവൽ പ്രോംപ്റ്റ് ആയിട്ടുള്ള ഡെയ്സി കംപ്ലീറ്റ് ചെയ്തത്. ഏതാണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയോ?